നമസ്കാരം. ACV ന്യൂസിൻ്റെ ജനസ്പന്ദനം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കമലേശ്വരം വാർഡിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ജനസ്പന്ദനം ചർച്ച ചെയ്യുകയാണ്. ശ്രീ സോമൻ, ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. താങ്കൾ ഇവിടുത്തെ മുൻ കൗൺസിലർ ആയിരുന്നു. ഇവിടെ കമലേശ്വരത്തിന്റെ മരാമത്ത് പണികൾക്ക് ഒരു ശാപമായിട്ട് നിൽക്കുന്നതാണ് വെള്ളക്കെട്ടെന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് അന്നൊരു ശാശ്വത പരിഹാരം ഇക്കാര്യത്തിൽ കണ്ടെത്താൻ സാധിച്ചു? ഞാൻ ഇവിടുന്ന് 2000 കൗൺസിലർ സ്ഥാനം ഒഴിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ എന്റെ വാർഡിൽ ഒരു സ്ഥലത്തും ഒരു കുണ്ടും കുഴിയില്ല. ഞാൻ പറയാണ്, ഇപ്പം തീർത്ത് പറയാണ്. ഈ കൗൺസിലർ കുഴിച്ചതാണല്ലേ? എല്ലാ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. അല്ല, അത് പറഞ്ഞു തീർന്നില്ലല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ. അല്ല, ഞാൻ പറഞ്ഞു തീർന്നോട്ടൊന്ന്. അല്ല, മൈക്ക് തരാം സുഹൃത്തെ, മൈക്ക് തരാം. ഞാൻ പറഞ്ഞോട്ടൊന്ന്. ഇടയ്ക്ക് ഇടപെട്ടോട്ടെ. ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. അല്ല, അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് തന്നെ അടുത്ത കൊണ്ടുപോകുന്നത്. ഈ കുണ്ടും കുഴി ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല. ഞങ്ങൾ ആദ്യം കൗൺസിലറെ വീട്ടിൽ, ഞങ്ങളെ ഏരിയയിൽ നിന്ന് KBSC ലൈനിലുള്ള സരസ്വതി അമ്മയതാണ് എൻ്റെ പേര്. ഞങ്ങൾ ആദ്യമായിട്ട് കൗൺസിലറെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് കൗൺസിലർ ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങളെ വീട് എവിടെയാണ്? നിങ്ങൾ എനിക്ക് വോട്ടിട്ടോ? നിങ്ങളെ വോട്ടിട്ടല്ല ജയിച്ചത്. ഞങ്ങൾ ആ ഏരിയയിലുള്ള ഒറ്റ എണ്ണത്തിന് കൗൺസിലർ തിരിച്ചറിഞ്ഞുകൂടാ. നമ്മളെ വീട്ടിനകത്ത് ഡ്രെയിനേജ് വെള്ളമാണ് കയറി നമ്മളൊന്ന് കഷ്ടപ്പെടുന്നത്. ഒരു പൈപ്പ് ഇട്ട് തരാൻ പറഞ്ഞിട്ട് ആരും ഞങ്ങൾക്കൊരു ലൈറ്റ് ഇട്ട് തരൂല. ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ഇറങ്ങിക്കയറി ലൈറ്റ് ഇട്ട് തരാനായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളെ കൗൺസിലർ ലൈറ്റ് ഇട്ട് തന്നില്ല. ഈ ഏരിയയിലുള്ള വെള്ളം കംപ്ലീറ്റ് ഞങ്ങൾ അതിലെ വിട്ടിട്ട് ഞങ്ങൾക്ക് ഓട കെട്ടി തന്നില്ല. MP രാഘവൻ സാറ് പൈസ തന്നില്ലെന്ന് പറഞ്ഞ് എനിക്ക് 8 ലക്ഷം രൂപ ഞങ്ങൾ കയറി ഇറങ്ങി. എൻ്റെ കൊച്ചിന് പനി വന്ന് അസുഖമായിട്ട് ഞങ്ങൾ കയറിയപ്പോൾ അതിനെ തടഞ്ഞ ആളാണ് ഈ സഖാവ്. പക്ഷേ ഇല്ലാന്ന് സഖാവ് പറയട്ടെ, 8 ലക്ഷം രൂപ അടഞ്ഞ് പിന്നെ കളക്ടർ വരെ വന്ന് കണ്ടതാണ്. എന്നിട്ട് അത് ശരിയാക്കി തന്നിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഇറങ്ങി കൗൺസിലറും കൂടി വന്ന് MLA സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അങ്ങേര് നല്ല മനുഷ്യനാണ്. MLA ശിവൻകുട്ടി നല്ല മനുഷ്യനാണ്. അങ്ങേര് ഞങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങി 20 ലക്ഷം രൂപ ഞങ്ങൾ പോയി പറഞ്ഞപ്പോൾ എവിടെയെന്നോ എന്തെന്നോ ഒന്നും ചോദിച്ചില്ല. അതേസമയം ഞങ്ങൾ കൗൺസിലറെ കാണാൻ പോയപ്പോൾ കൗൺസിലർ ചോദിക്കുന്ന ചോദ്യമാണ്: എവിടെ നിന്നാണ് വന്നത്? വീട് എവിടെ? ഞങ്ങൾ അറിഞ്ഞൂടാ. ഞങ്ങൾ വോട്ടിട്ടിട്ടില്ല. ആ ഏരിയയിൽ നിന്ന് ആരും വോട്ടിടൂല. ഇതാണ് ഭാഷ. പക്ഷേ ഞങ്ങൾ MLA കാണാൻ പോയപ്പോൾ MLA സാറ് ഞങ്ങളെ ഇരുത്തി ഞങ്ങളെ വീട് വന്ന് കാണുകയും ഞങ്ങളെ പരിസരം അനുവദിക്കുകയും 20 ലക്ഷം രൂപ അനുവദിച്ചു. ഒരു ഹരിജനം ഇവർക്ക് വീടും അതുപോലെ തന്നെ സാറ് പറഞ്ഞാൽ അവിടെ വെള്ളക്കെട്ടില്ല, ഒന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ വീട് ഇവരൊന്ന് നോക്കണം. എൻ്റെ വീടിന്ന് കിടക്കണ സ്ഥിതി എവരൊന്ന് നോക്കണമായിരുന്നു. ഈ സാറുണ്ടായിരുന്നപ്പോൾ അവിടെ വോട്ട് ചോദിച്ച് വന്നു. സാർ ശരിയാണ്, വോട്ട് ചോദിച്ച് വന്നിട്ടുണ്ട്. ഇന്നാ എൻ്റെ വീട് കിടക്കണമെങ്കിൽ ഷാജി അണ്ണനും അറിയാം, ഇവിടെ ഇരിക്കുന്ന മിക്ക ആൾക്കാർക്കും അറിയാം എൻ്റെ വീട് കിടക്കുന്ന സ്ഥിതി. ഈ ചാനലുകാർ വന്ന് നോക്കണം. കെട്ടിത്തന്ന, അത് ശരിയാണ്. കെട്ടിത്തന്നത് മിൽക്കാക്കാരാണ് കെട്ടിക്കൊടുത്തത്. അത് പാർട്ടി സഹായം കൊണ്ട് തന്നെയാണ്. പാർട്ടി സഹായത്തിൽ അത് ഇപ്പോഴേ ഞാൻ പറയട്ടെ 158 രൂപ ഞാൻ അടച്ച് അവിടെ 4 പ്രാവശ്യം എനിക്ക് വീട്ടിന് അനുവദിച്ചു വന്നു. എനിക്ക് വീട് കിട്ടിയിട്ടില്ല. എല്ലാവർക്കും വീട് കൊടുത്തെന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ വീടിൻ്റെ പരിസരത്ത് വന്ന് നോക്കണം. ഈ വെള്ള റെയിനേജ് കംപ്ലീറ്റ് ഇന്ന് വന്ന് കിടന്നിട്ടുണ്ട്. വെള്ളം പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് എൻ്റെ വീട്ടിൽ പരിശോധിക്കാം. ഇപ്പോൾ രാജശേഖരൻ നായരോ വേറെ ആരെങ്കിലും ചാടിയെന്ന് പറഞ്ഞ് ഓടിക്കളയില്ല. 45 കൊല്ലമായി ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഓടിക്കളയൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ആരും ചാടിയും മെടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇതിൽ ഈ കുട്ടി ഇപ്പോൾ സംസാരിച്ചല്ലോ. ആ കുട്ടിക്ക് വീടില്ലായിരുന്ന സ്ഥലത്ത് മിൽക്കേ ചെന്ന് കണ്ട് വീടുണ്ടാക്കി കൊടുത്തത് ഞങ്ങൾ. അവിടെ പോകാൻ വഴിയില്ലായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ നിയമപരമായി ആ വഴി ഇടിച്ചു കൊടുത്തു. ഒരു ജമീൻ്റെ ഭാഗത്തു നിന്ന് ഇടിച്ചു കൊടുത്തു. പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യം പറയണത്. അത് കഴിഞ്ഞിട്ട് കുടിവെള്ള പ്രശ്നം വന്നു. അവർക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. അവർ എൻ്റെ വീട്ടിൽ വന്ന് ഇന്ന് വരെയും വെള്ളം എടുക്കുകയാണ്. വെള്ളം എടുക്കാൻ വേണ്ടി ഞാൻ സൗജന്യമായി വെള്ളം എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ ഒരു പാവങ്ങളെ സഹായിക്കാനുള്ള ശേഷി എനിക്കുമില്ല.
എനിക്കും സാമ്പത്തികമായി വലിയ ശേഷിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ജോലിക്ക് നിൽക്കണമെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാതെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പിന്നെ രണ്ടാമത് ഒരു കാര്യം കൂടെ, ഞാൻ അന്ന് പറഞ്ഞതിൻ്റെ ബാലൻസ് പറഞ്ഞില്ല. അപ്പോൾ ഇതിൽ അന്ന് ബാലൻസ് ഉണ്ടായിരുന്നത് ഈ ആര്യൻകുഴി മുതൽ പിന്നെ ഹൈവേ വരെ പോകുന്ന മെയിൻ റോഡ്. ഈ മെയിൻ റോഡിൽ ഒരാളിനെ വീട്ടിലേക്ക് ഒരു കണക്ഷൻ എടുക്കണമെങ്കിൽ ഉറ കൊണ്ടുവന്ന് താഴ്ത്തി അത്രയും ആഴത്തിലാണ് പഴയ പൈപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. അത് ഒക്കില്ല. അതുകൊണ്ട് അവസാന നിമിഷം വന്ന പൈപ്പ് വളരെ ശ്രമകരമായി ഉണ്ടാക്കി അത് 2.5 മീറ്റർ താഴ്ചയിൽ ഒരു പൈപ്പ് സ്ഥാപിച്ചു. പൈപ്പ് സ്ഥാപിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും പൈപ്പ് എടുക്കാനുള്ള സൗകര്യമായി. പക്ഷേ ഒരു ചെറിയ കുഴിയുണ്ടായിരുന്നു. ആ കുഴി ഒരാളിനെ മെയിൻ്റെനൻസ് ചെയ്യാനേ ഒക്കെ ഉള്ളൂ. അത് MLA ഏറ്റെടുത്തു. ആ ഉത്തരവാദിത്വം MLA ഏറ്റെടുത്ത് ഏകദേശം 20,85,000 രൂപ ചെലവാക്കി MLA അതിൻ്റെ മെയിൻ്റെനൻസ്, പുതിയ റോഡ് മെയിൻ്റെനൻസ് ചെയ്തു കൊടുത്തു. ഞാൻ ഈ വാർഡിൽ കൗൺസിലറായിരിക്കുമ്പോൾ 4 പ്രാവശ്യം ടാർ ചെയ്യാത്ത ഏതെങ്കിലും റോഡുണ്ടെങ്കിൽ പറയണം. ഏതെങ്കിലും റോഡിൽ 4 പ്രാവശ്യം 10 കൊല്ലം കൊണ്ട് 4 പ്രാവശ്യം ടാർ ചെയ്യാത്ത ഏതെങ്കിലും റോഡുണ്ടെങ്കിൽ അത് പറയണം. അതെ, പിന്നെ എല്ലാ സ്ഥലത്തും ചെയ്തെന്നുള്ള അഭിപ്രായം അദ്ദേഹം ഇവിടെ ഞാൻ ആരെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാതെ പോകുമ്പോൾ അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹരിജന കുടുംബം അവിടെ താമസിക്കുന്നുണ്ട്. അവർ കുടിവെള്ളത്തിനായി നിരന്തരമായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുകയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൈപ്പ് കണക്ഷൻ, അതായത് താഴെ കൂടെ പൈപ്പ് ഇട്ടെങ്കിൽ മാത്രമേ കുടിവെള്ളം കൊടുക്കാൻ പറ്റൂ. ആ പൈപ്പ് വെട്ടുന്നതിന് വേണ്ടി കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്, ഞാൻ അവിടുത്തെ പണിക്കാർ ഒരാൾ വളരെ വിഷമത്തോടു കൂടി എൻ്റെ അടുത്ത് അയാളുടെ അമ്മയ്ക്ക് വരെ തെറി വിളിച്ചു എന്നുള്ളതാണ്. അവിടെ പൈപ്പ് ആ ഹരിജനത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞ് തടഞ്ഞിട്ട് ഈ പറയുന്ന ഇദ്ദേഹം അവരെല്ലാവരും കൂടി ഒരുമിച്ച് വരികയും അവർ കയ്യേറ്റം ചെയ്യുമെന്നുള്ളൊരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ആ പൈപ്പ് അവിടെ ഇടാൻ സാധിച്ചത്. അത്രത്തോളം. അപ്പോൾ അതാണോ ശരിക്കും? ഞാൻ ഒരിക്കലും നമുക്കൊരു ജനപ്രതിനിധി ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യത്വത്തിൻ്റെ മുഖം കളയണം എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. തീർച്ചയായിട്ടും അദ്ദേഹം നേരത്തെ പറഞ്ഞു ജനകീയനാവണം എന്നില്ല എന്ന്. പക്ഷേ ഒരു കൗൺസിലർ തീർച്ചയായിട്ടും ആദ്യം ജനകീയനാവണം. കാരണം അവർക്ക് നമ്മളോടൊരു പ്രശ്നം പറയാനും അവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ, ചിലപ്പോൾ എല്ലാത്തിനും നമുക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു പക്ഷേ ഒരു ചെറിയ സാന്ത്വന വാക്കുകൊണ്ട് തന്നെ അവർക്ക് ഒരു സമാധാനം ലഭിക്കും. അത് കൊടുക്കുന്നതിൽ തെറ്റുണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്തരത്തിലൊരു ഹരിജൻ്റെ വീട്ടിൽ ഒരു കുടിവെള്ളം എത്തിക്കുന്നതിന് അദ്ദേഹം വിരുദ്ധമായിട്ട് നിന്നതാണ്. ഒരു 18 വർഷത്തിന് മുമ്പേ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീമതി രശ്മി കൗൺസിലർ ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ വരുമ്പോൾ ഈ സ്കൂളിൻ്റെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. ഈ 18 വർഷത്തിന് മുമ്പേ ഉള്ള വിഷയം ഞാൻ സൂചിപ്പിക്കുകയാണ്. 18 വർഷത്തിന് മുമ്പേ ഈ സ്കൂളിന് ചുറ്റുമതിലില്ല. ഒരു ഓടിട്ട ചെറിയ കെട്ടിടത്തിൽ ഇവിടെ വില്ലേജ് ഓഫീസുണ്ടായിരുന്നു. അന്നത്തെ MLA LDF MLA ആയിരുന്ന ആന്റണി രാജുവിൻ്റെ നേതൃത്വത്തിൽ കോടികൾ മുടക്കിയാണ് ഇതിന് ചുറ്റുമതിൽ കെട്ടിയിട്ടും ബഹുനില മന്ദിരം പണിയാനും ഇതിനെല്ലാത്തിനും സൗകര്യം ചെയ്തു കൊടുത്തത്. ഇപ്പോൾ കൗൺസിൽ പറയുന്നത് ഞാൻ 5 വർഷം വന്ന 4 വർഷമായപ്പോൾ ഭയങ്കര ശോചനീയ അവസ്ഥയാണ്. അപ്പോൾ എന്തെങ്കിലും കണ്ണടച്ചാൽ ഇരുട്ടാവില്ല. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കേണ്ടത്. പിന്നെ ഫണ്ട് ഉപയോഗിച്ച് പലതും ചെയ്തു എന്ന് പറയുന്നു. ഇവിടെ കൈരളി നഗറിൽ ഒരു വാട ചെയ്തു. ആളുകൾക്ക് വീട്ടിൽ വണ്ടി കൊണ്ട് കയറണമെന്നുണ്ടെങ്കിൽ പൊക്കി കയറ്റണം. ലാസ്റ്റിൽ നാട്ടുകാർ സംഘടിച്ച് ആ ഓട പൊളിച്ചിടേണ്ട ഗതികേട് വന്നു. KBSC ലൈനിൽ ഒരു കലങ്ക് ചെയ്തു. അവിടെ പിന്നെ സ്കൂട്ടറോ അല്ലെങ്കിൽ കാറോ കൊണ്ടുപോയിട്ട് അതിൻ്റെ ബോട്ടം വന്നിട്ട് അത് ഇടിക്കും. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതിൻ്റെ കീഴിൽ അതിൽ തുടർച്ചയായിട്ട് തന്നെ ഞങ്ങൾ ഉൾപ്പെടെ മുൻകൈ എടുത്തിട്ട് MLA കൊണ്ടുവന്ന് ആ സ്ഥലം കാണിച്ചു. എഞ്ചിനീയർ വിളിച്ചു വരുത്തി 20 ലക്ഷം രൂപ പറഞ്ഞോട്ടെ 20 ലക്ഷം രൂപ സാക്ഷിയാക്കിയിട്ടും അത് പുറത്തില്ല. അത് കൗൺസിലറുടെ ക്രെഡിറ്റാണ്. പിന്നെ കുറച്ച് ആളുകൾ കൗൺസിലറെ പൊക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൗൺസിലറാണ് എല്ലാം തോന്നുന്നു. അതൊന്ന് MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത സ്ഥലത്ത് കൗൺസിലർക്ക് അഭിവാദ്യം എത്തിച്ചിട്ട് അസോസിയേഷനിലെ വ്യക്തികൾ ബോർഡ് വയ്ക്കുക ഒരു ബഹളം. പിന്നെ പറഞ്ഞ ഗംഗാനഗറിൽ ഞാനിത് പറയാണ്ട് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. 4 വർഷമായി കൗൺസിലറായി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ വന്ന് നടയിൽ നിന്ന് പ്രസംഗിച്ചാണ് കൗൺസിലർ. ഇവിടെ വെള്ളക്കെട്ട്, ഞാൻ കൗൺസിലറായി കഴിഞ്ഞാൽ ആദ്യം ഇതിന് പരിഹാരം കാണുന്നു. അവിടെ പരസ്യമായിട്ട് പ്രസംഗിച്ച കൗൺസിലറാണ്. പിന്നെ പറഞ്ഞപ്പോഴത്തേക്ക് പറയാണ് ഒരു വ്യക്തിക്ക് വേണ്ടി ഇത് ചെയ്യാൻ പറ്റുമെന്ന്. ഗംഗാനഗർ എന്ന് പറയുന്ന ഭാഗത്ത് ഒരു നഴ്സറി സ്കൂളുണ്ട്, ശ്രീ ദുർഗ നഴ്സറി സ്കൂൾ. അതിൻ്റെ നടയിൽ ഡ്രെയിനേജ് വെള്ളവും എല്ലാ സ്ഥലവും ഈ കമലേശ്വരത്തുള്ള സ്ഥലം മണക്കാട് എല്ലാ വെള്ളങ്ങളും ഒഴുകി അവിടെ വന്ന് കയറിയാണ്. അതൊന്നും നന്നാക്കി തരാൻ സാധിച്ചില്ല. കൊച്ചു കുട്ടികൾ ഈ ഡ്രെയിനേജ് വെള്ളത്തിൽ കൂടെ നടന്നാണ് പോകുന്നത്. പിന്നെ അവിടെ എന്താ വികസനം നടത്തിയത്? ശ്രീമാൻ സോമൻ ചെയ്തു വെച്ച വികസനങ്ങൾ തന്നെയാണ്. അതിനു മുമ്പ് രാഷ്ട്രീയ അത് തന്നെയാണ് ഇവിടുത്തെ വികസനം. അവർ ഈ കൗൺസിലർ ചുമതലയേറ്റതിന് ശേഷം, അധികാരമേറ്റോ അല്ലെങ്കിൽ ചുമതലയേറ്റതിന് ശേഷം നാനാ പ്രദേശങ്ങളിലും വൻപിച്ച മാറ്റങ്ങൾ വരുത്തുവാൻ ഇടയുണ്ടാക്കി. ഒന്ന്,
2 മനുഷ്യരോട് മര്യാദ പെരുമാറാൻ കഴിയുന്ന ഒരു കൗൺസിലറായിരുന്നു. നേരത്തെ മര്യാദയ്ക്ക് പെരുമാറില്ല. അത് ഞാൻ പറയുന്നില്ല, അത് മനസ്സിലാവില്ല എൻ്റെ അർത്ഥം. പറഞ്ഞതിനർത്ഥം മര്യാദയ്ക്ക് പെരുമാറുന്ന ഒരു, ഞാൻ വേറൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ ഇതേ ഉള്ളൂ. ഞാൻ പറയട്ടെ മര്യാദയ്ക്ക് പെരുമാറുന്ന കൗൺസിലർ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. 2 ഈ സ്കൂള് എനിക്കറിയാം, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ്. സ്കൂള്, ഈ സ്കൂളിൽ എത്രയോ പ്രാവശ്യം കുട്ടികൾക്ക് വരാൻ വിധത്തിൽ വെള്ളം കിടന്നൊരു സ്ഥലമാണ്. മതിലൊക്കെ കെട്ടിയത് ആന്റണി രാജു ഇരുന്നപ്പോഴാണ് ചെയ്തത്. അപ്പോഴും പിന്നെ ഏത് ഗവൺമെൻറ് ആണെങ്കിലും അത് ചെയ്ത് തന്നെ, അതിനൊന്നും സംശയമൊന്നുമില്ല. ഇവിടെ ഒരുപാട് വികസനം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അത് കൗൺസിലർ. ഇതെല്ലാം സർക്കാരിൻ്റെ പണമാണ്. ഇത് കൗൺസിലറുടെ മാത്രം പണമല്ല. ശ്രീ സോമൻ പ്രസിഡന്റ് പിന്നെ കൗൺസിലറായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പണമല്ല ഇത് സർക്കാരിൻ്റെ, കേരള സർക്കാരിൻ്റെയാണ്. ഇന്ത്യ കൊടുക്കുന്ന പണം കയ്യിൽ നിന്നല്ല കൊടുക്കുന്നത്. ഞാൻ പറയട്ടെ അപ്പോൾ സർക്കാരിൻ്റെ കാശാണ് ഇത് കൊടുക്കുന്നത്, അല്ല എൻ്റെ കാശ് എന്ന് പറഞ്ഞൊരു കാശില്ല. കൗൺസിലറും അങ്ങനെ പറയത്തില്ല. ഇവിടെ ശ്രീ ശത്തരൂർ MP-യുടെ ഭാര്യയുടെ ഫണ്ട് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഫൗണ്ടേഷൻ്റെ പണം എടുത്ത് ഇവിടെ എത്ര രൂപ ചിലവായിരിക്കുന്നു. ഒരു ക്യാൻറ്റീൻ ഉണ്ടാക്കി, ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഏർപ്പാട് ചെയ്ത് കൊടുത്തു, പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ അവർക്ക്? നിങ്ങൾ 2 പേരും 2 വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുടെ ആളാണ്. ഞാനും ഇവിടെ നിൽക്കുന്നത് ജനസ്പന്ദനം, ആ ജനങ്ങളുടെ ഭാഗത്ത് നിൽക്കുകയാണ്. നിങ്ങൾ 10 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട കൗൺസിലർ സോമനായിരുന്നു. അദ്ദേഹം ഇവിടെ എന്ത് വികസനം നടത്തി എന്നുള്ളത് ഇവിടെ ജനങ്ങൾക്കറിയാം. ശേഷമുണ്ടായിരുന്ന ശ്രീമതി രശ്മി എന്ന് നടത്തി നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അതിന് ഞാൻ കൈയടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ LDF ആരും കൈയടിക്കേണ്ട, ഞാൻ UDF-ൻ്റെ ആരും കൈയടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ പറയുന്നത് നമുക്ക് ഈ 2 രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം. കാരണം ഇവിടെ വെള്ളക്കെട്ട് വരുന്ന പണ്ടേ ഇവിടെ വെള്ളക്കെട്ടാണ്. അങ്ങനെ ശ്രീ അൻസാരിക്ക് ഒരു പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. ശ്രീമതി രശ്മിയിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അവരത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇത് തർക്കം വരാൻ പാടില്ല. ഇവിടെ ഒരുപാട് കൂടി, നേരത്തെ ഉള്ള വീടുകളല്ല. പണ്ട് പിന്നെ ബഹുമാനപ്പെട്ട സോമൻ കൗൺസിലർ പറഞ്ഞു, ഇത് പിന്നെ ഇവിടെ പറഞ്ഞു ഇതുവരെ ഒരു സമരവും ഈ വെള്ളപ്പൊക്കത്തിനെതിരെ സമരം നടന്നിട്ടില്ല. പണ്ട് പിന്നെ മരിച്ചുപോയ ശ്രീമതി രാജേശ്വരി ടീച്ചർ ഇവിടെ കൗൺസിലറായിരുന്നപ്പോൾ അവരെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പിന്നെ കൊരാവ നടത്തിയതാണ്. അന്ന് ഞങ്ങൾക്ക് കേസെടുത്തു, പൂന്തറ പോലീസിൽ കേസുണ്ട്. ഇപ്പോൾ അത് പോയോന്ന് എനിക്കറിയില്ല. അന്ന് കേസെടുത്തിരുന്നു. അന്ന് പന്തംകുളത്തിൽ പഠനം നടത്തിയതിന് പറഞ്ഞ പേരിൽ പിന്നെ ഈ നാട്ടിലെ പല ആളുകളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോയി. അതുകൊണ്ട് ഈ സമരവും ഇതൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ ഇതെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ശ്രീമതി രശ്മിയോ ഇനി വരാനിരിക്കുന്ന കൗൺസിലർ ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ ഞാൻ തിരിച്ച് താങ്കളുടെ ഈ ചോദ്യം ശ്രീ സോമനിലേക്ക് കൊടുക്കാം. ശ്രീ സോമൻ, ഇവിടെ ശ്രീ അൻസാരി ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊന്നിച്ച് നിൽക്കാൻ കഴിയുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ കമലേശ്വരത്തിന്റെ ശാപമായിട്ട് കിടക്കുന്ന ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇത് അങ്ങനെ ഒരു പൊതുവായ ഒരു ഐക്യം ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളുടെ പാർട്ടിക്കും എനിക്കും ഉള്ളത്. പിന്നെ ആരാണ് ഇതിന് തടസ്സം? അതിൻ്റെ തടസ്സം ഞാൻ പറയാം. ഇപ്പോൾ വാർഡ് കമ്മിറ്റി ഉണ്ട്. വാർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറിയായി കോർപ്പറേഷൻ നിയമിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് കൗൺസിലർ ചെയർമാനായിട്ടുള്ള. ആ കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ടാണ് എവിടെയെല്ലാം വികസന പ്രവർത്തനം നടക്കണം, ഏതേതിന് മുൻഗണന കൊടുക്കണം, ഏതേതിന് രണ്ടാമത് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ആ കമ്മിറ്റി കൂടുന്നില്ല. ഞാൻ ആ കമ്മിറ്റിയിലുള്ളതാണ്. ആ കമ്മിറ്റി കൂടിയാലല്ലേ ഇടതുപക്ഷക്കാരനും കോൺഗ്രസ്സുകാരനും BJP-ക്കാരനും ബാക്കിയുള്ള എല്ലാവർക്കും അതിനകത്തിരുന്ന് പിന്നെ ചർച്ച ചെയ്യാനും തീരുമാനമെടുക്കാനും കഴിയുള്ളൂ. അത് കൂടുന്നില്ല. ഇല്ല, 24 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. 24 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നിട്ട് വരാത്ത രാജശേഖരനാരും ഇവിടെ ഉണ്ട്. വിളിച്ച് എല്ലാ കമ്മിറ്റിയും അറിയിക്കും, വരില്ല. ഇവിടെ ഇരിക്കുന്ന പ്രായമായ ആൾക്കാർ ഈ സാമൂഹ്യ പ്രവർത്തനം ഒരുപാട് ചെയ്തവരാണ്. അവർ മുമ്പേ കുറേ കാര്യങ്ങൾ പറയുകയാണ്, വെറുതെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, അസത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ. അസത്യം കാരണം എന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. വലിയ വീട് ലൈനിൽ നിന്ന് മുഗൾ ടവർ, എന്തിനാ വലിയ വീട് ലൈൻ ഇറക്കാം, മുഗൾ ടവർ വരെയുള്ള റോഡ്, അതിനുശേഷം അവിടെ നിന്ന് അങ്ങോട്ട് കലിക്കിൻ്റെ പ്രദേശത്തുള്ള ആ സ്ലാബിടല് ആരുടെ പറ്റിലാണ് വെച്ചിരിക്കുന്നത്? കൗൺസിലറുടെ പറ്റിലാണ് വെച്ചിരിക്കുന്നത്. നാട് മുഴുക്ക പറയുന്നത് ഇവിടെ നടന്ന MLA ഫണ്ട് ഉപയോഗിച്ച് നടന്ന പ്രവർത്തികളെല്ലാം ഇവിടെ പറഞ്ഞു വരുന്നത് എല്ലാം കൗൺസിലർ ചെയ്തതാണ്. ഒരു വകയും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാനാണ് ഈ രേഖ എടുത്തോണ്ട് വന്നത്. 5 ആൾക്കാരെ വിളിച്ചോണ്ടിരുത്തി എനിക്ക് പെൻഷൻ വാങ്ങിച്ചു തന്നു, എനിക്ക് അത് ചെയ്തു തന്നു എന്ന് പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കരുത്. എന്തെങ്കിലും ചെയ്തിട്ട് പറയണം.
അദ്ദേഹം ഈ സഭയെ ആകെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആദ്യം അദ്ദേഹം ഈ MLA ഫണ്ട് എന്താണെന്നും അല്ലെങ്കിൽ മറ്റ് ഫണ്ടുകളുടെ വ്യത്യാസം ആദ്യം പഠിച്ചതിന് ശേഷം സംസാരിക്കുക. എൻ്റെ പേര് രാമസ്വാമി. ബലവാൻ നഗർ റെസിഡൻറ്റ് അസോസിയേഷനിൽ 4 വർഷം കൊണ്ട് ഞാൻ സെക്രട്ടറി ആയിട്ട് തന്നെ വർക്ക് ചെയ്യുകയാണ്. ആദ്യം മരാമത്ത് പണികൾ, കാരണം ഞാൻ എഴുതി കൊടുത്തതായ മരാമത്ത് പണികൾ മേഡം കംപ്ലീറ്റ്, അതായത് ബലവാൻ നഗർ ജംഗ്ഷൻ മുതൽ ചാരുമൂട് വരെയുള്ള അതും അതിൻ്റെ സബ് റോഡും 2 ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ കണക്ട് ചെയ്തുള്ള ഓടയുടെ കുറേ വർക്കുകൾ ചെയ്ത് അവിടെ മാത്രമേ സ്ലാബുകൾ ഇട്ടിട്ടുള്ളൂ, അത് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഇറിഗേഷൻ തോട് അവിടെ വരുന്നുണ്ട്. അതായത് ഈ വെള്ളക്കെട്ടിൻ്റെ കാര്യമാണ് രണ്ടാമത് വരുന്നത്. ഇറിഗേഷൻ തോട് വരുന്നത് തൈക്കാപ്പള്ളി ലൈനിൽ നിന്ന് വരുന്ന വെള്ളവും GS ലൈനിൽ നിന്ന് വെള്ളവും ഇതിൻ്റെ മധ്യഭാഗത്തുള്ള, അതായത് ഇരുങ്കുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ അകത്തുനിന്ന് വരുന്ന കുളത്തിൽ നിന്ന് വരുന്ന വെള്ളം ഈ തോട്ടിൽ കൂടെയാണ് പോകുന്നത്. പക്ഷേ 1 പകുതി വലിയ പൈസകൾ മുടക്കി 1 പകുതി അത് സ്ലാബിട്ട് മൂടി സൈഡ് വാള് കെട്ടി, ഒരുപാട് പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. സൈഡ് വാള് കെട്ടി സ്ലാബിട്ട് കൂടി ഗംഗാനഗറിലേക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇനി 1 പകുതി ഉണ്ട്. മേഡം ശരിയാക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആരായിരുന്നു ശരി, അതൊന്ന് ശരിയായി കിട്ടണം എന്നുള്ളതാണ്. എൻ്റെ പേര് അജയകുമാർ. ഞാൻ കൈരളി ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. എനിക്ക് പറയാനുള്ളത്, 2010 വരെ ഞങ്ങളുടെ പ്രദേശം ഈ നഗരത്തിനകത്തുള്ളൊരു പ്രദേശമാണെന്ന് അവിടെ വന്ന് നോക്കുന്ന ആർക്കും കാണാൻ കഴിയില്ലായിരുന്നു. അവിടെ റോഡെന്ന് പറയുന്നൊരു സാധനമില്ല. ടാറി പോട്ടെ, ഈവൻ മെറ്റൽ പോലും ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് ഗ്രാമങ്ങളിൽ പോലും തെരുവിളക്കില്ലാത്ത ഒരു സ്ഥലമില്ല. ഈ കൈരളി ഗാർഡൻസിൽ ഒരു തെരുവിളക്ക് പോലും 2010 വരെ സ്ഥാപിക്കാനോ ആ റോഡ് ഒന്ന് പുതുക്കാനോ അന്നിരുന്ന നമ്മുടെ ജനപ്രതിനിധി സാധിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹം ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. എന്താണ് കാര്യമെന്ന് അറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞങ്ങൾ റെപ്രസെൻറ്റേഷൻ അദ്ദേഹത്തിനോട് കാണിച്ചപ്പോൾ റെപ്രസെൻറ്റേഷൻ തിരിച്ചെടുത്ത് എറിഞ്ഞിട്ട് ഞങ്ങളെടുത്ത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ ഒരു വ്യക്തി എന്താണ് കാര്യം ഇപ്പോൾ അദ്ദേഹം പറയണം. ഇന്നുവരെ അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല. അതിനുശേഷം 2010 ശ്രീമതി രശ്മി വന്നതിന് ശേഷമാണ് അവിടെ എല്ലാ പോസ്റ്റിലും സ്ട്രീറ്റ് ലൈറ്റുകളുണ്ടായി. ആ റോഡ് കോൺക്രീറ്റ് ചെയ്തു, ഒരു റോഡ് ടാർ ചെയ്തു. വികസന പ്രവർത്തനങ്ങൾ അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയട്ടെ. ഞങ്ങളുടെ പ്രദേശത്ത് എന്ത് ആവശ്യം ഉണ്ടായിരുന്നാലും നേരിട്ട് കാണേണ്ട, ഒന്ന് ഫോൺ ചെയ്താൽ മതി, അപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പ്രകൃതിയാണ്. ഈ കരിത്തോട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA 1 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പണി ഈ നാട്ടിലുള്ള ചില കയ്യേറ്റക്കാർ മുഖേന അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ വെള്ളക്കെട്ടിൻ്റെ പ്രധാന കാരണം കരിത്തോട് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. ആ രംഗത്തേക്ക് ഈ 2 കൗൺസിലർമാരും മിണ്ടിയിട്ടില്ല. ഇവിടെ പറഞ്ഞതുപോലെ മരാമത്ത് പണികൾ ഒന്നും നടന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ വരുന്ന സമയത്ത് കൈരളി ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു റെസിഡൻസ് അസോസിയേഷനിൽ റോഡില്ല, വെള്ളം പൈപ്പ് കണക്ഷൻ ഇല്ല, അതുകൂടാതെ ലൈറ്റ് ഇല്ല. വളരെ ശോച്യമായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു. ഞാൻ വന്നതിന് ശേഷമാണ് അവിടെ ലൈറ്റ് ഇട്ടതും കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പൈപ്പ് കുഴിച്ചതും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി നീലാറ്റിൻകരയിൽ എത്താൻ ഒരു ചെറിയൊരു പാലം പോലെ നിർമ്മിച്ചതും ബാക്കി റോഡുകളൊക്കെ ടാർ ചെയ്തത്. പിന്നെ കുറച്ച് മുമ്പ് ഇവിടെ ശ്രീമാൻ രാമചന്ദ്രൻ അവർ പറയുകയുണ്ടായി MLA ഫണ്ടിൽ നിന്ന് ലഭിച്ചിട്ടാണ് ആ ഓട ചെയ്തതെന്ന്. അത് ആറ്റുകാൽ ടൗൺഷിപ്പ്, ഞാൻ കുറച്ച് മുമ്പ് തന്നെ വിശദമായി പറഞ്ഞു, 1.5 കോടി രൂപ ആറ്റുകാൽ ടൗൺഷിപ്പിൽ നിന്ന് ലഭിച്ച 65 ലക്ഷം ഉപയോഗിച്ചിട്ടാണ് ഈ വാർഡിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇറിഗേഷൻ തോടുകൾ നവീകരിച്ചത്. അത് MLA ഫണ്ട് അല്ല. നിങ്ങൾക്ക് ഏത് വിവരാവകാശ നിയമം അനുസരിച്ചാണെങ്കിലും എഴുതി ചോദിക്കാവുന്നതാണ്. അതൊരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വാർഡ് മാത്രമല്ല ആറ്റുകാൽ ടൗൺഷിപ്പിൽ വരുന്നത്, മറ്റ് 18 വാർഡുകൾ ആ ടൗൺഷിപ്പിൽ വരുന്നുണ്ട്. ആ വാർഡുകൾക്കൊന്നും ലഭിക്കാതെ എൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് ഇവിടെ 1.5 കോടി രൂപയുടെ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത്. അതെല്ലാം MLA പേരിൽ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ആ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രം, ഇതിന് അതീതമായിട്ട് അദ്ദേഹം ഈ വാർഡിൽ ഒരുപാട് പ്രവർത്തനം MLA എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഓരോ വ്യക്തികളും സംസാരിക്കുമ്പോൾ ഞാൻ വളരെ സമാധാനത്തോടുകൂടി യാതൊരു ക്ഷോഭവുമില്ലാതെ അവർ പറയുന്ന വാക്കുകൾ സസൂക്ഷ്മം കേൾക്കുകയും അതിന് പ്രതികരിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വികാര പ്രകടനങ്ങൾ നടത്താനുള്ളൊരു വേദിയല്ല, മറിച്ച് നമ്മൾ പറയുന്നതിന് മറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ എൻ്റെ സംസാരം നിർത്തിയതിന് ശേഷം പറയാം. അത് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് വരുന്ന പ്രവർത്തകർക്ക് ഉചിതമായിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. 1.5 കോടിയുടെ ആറ്റുകാൽ ടൗൺഷിപ്പ് വഴി ലഭിച്ച ഫണ്ട് കൗൺസിൽ ഇപ്പോഴും അദ്ദേഹം ആ പ്രവർത്തനം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പറയാൻ ഈ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അല്ല,
കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള നിലയ്ക്കാണെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ഒച്ചയേക്കാൾ ഒരു പടി ഒച്ച കൂടുതൽ എടുക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, മറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യകത ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്രയും സമാധാനമായിട്ട് പറയുന്ന 1.5 കോടി രൂപയുടെ പ്രവർത്തനം ആറ്റുകാൽ ടൗൺഷിപ്പ് വഴി ലഭിച്ചതാണ്. അതിൽ 65 ലക്ഷം രൂപ നമ്മൾ ഇറിഗേഷന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. അത് MLA ഫണ്ട് അല്ല, അത് ഗവൺമെന്റ് ബഡ്ജറ്റിൽ മാറ്റിവെച്ച 12 കോടി രൂപയിൽ നിന്നും ആ കോർപ്പറേഷന് ഓൺ ഫണ്ട് ഇല്ലാതെ കോർപ്പറേഷന്റെ റോഡുകൾ മെയിന്റനൻസ് ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥ വന്നപ്പം ഗവൺമെന്റ് ഇടപെട്ടിട്ടാണ് ആ ഫണ്ടുകൾ വാർഡുകളിലേക്ക് നീക്കിയത്. എന്തുകൊണ്ട് മറ്റ് 18 വാർഡുകളിൽ 1.5 കോടി രൂപ ലഭിച്ചില്ല? കമലേശ്വരം വാർഡിൽ മാത്രമാണ് 1.5 കോടി രൂപ ലഭിച്ചത്. നിങ്ങൾക്ക് ഏത് വിവരാവകാശ നിയമം അനുസരിച്ചും അത് തിരക്കാവുന്നതാണ്. ഞാൻ വളരെ വസ്തുതാപരമായി തന്നെ പറയുകയാണ്, ആരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വളരെ മോശമായിട്ടുള്ള ഒറ്റ കാര്യം. അപ്പൊ ഇതില് ഇദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇവിടെ ഇരിക്കുകയായിരുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെ അറിഞ്ഞുകൂടാ, എനിക്ക് ഇദ്ദേഹത്തെ അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോവാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഈ വാർഡില് വേറെ ഒരു മനുഷ്യനും എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറയില്ല. രണ്ടാമത് അവിടെ പണി ചെയ്യാൻ വേണ്ടി പോയി ജോലിക്ക് ഏർപ്പെട്ട സമയത്ത് ഇവർ സംഘടിതമായി വന്ന് ഇവിടെ ജോലി ചെയ്യാനൊക്കില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. സ്ട്രീറ്റ് ലൈറ്റും റോഡും ചെയ്യാൻ വേണ്ടി അത് ഒഴിവാക്കിയപ്പോഴത്തേക്ക് ആ സ്ട്രീറ്റ് ലൈറ്റ് മാറ്റിയെടുക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡിലും കോർപ്പറേഷനിലും പോയി 2 ആഴ്ച നടന്നിട്ടാണ് അത് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ഇട്ടത്, ആ പിന്നെ ആൽഫ ഗാർഡൻസിലേക്ക് മാറ്റിയിട്ടത്. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി എന്തും വിളിച്ചു പറയുക എന്ന് പറയുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇത് വെറും വിവേകമുള്ള ആളെന്നാണ് വിചാരിച്ചത്. ഇതാണോ കമലേശ്വരം വാർഡ് എന്ന് മാന്യ പ്രേക്ഷകർ ചോദിച്ചേക്കാം. അതെ, ഒരുപക്ഷെ ഇങ്ങനെയും ഉണ്ടായേക്കാം. പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു വിഭാഗം, വളരെ ആത്മസംയമനത്തോടുകൂടി കാര്യങ്ങൾ നേരിടുന്ന കൗൺസിലർ ഒരു ഭാഗത്ത്. ഞങ്ങൾ ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ കാത്തിരുന്ന് കാണുക. ഒരുപക്ഷെ ഭരണം മാറി മാറി വന്നിട്ടും കമലേശ്വരം വാർഡിലെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഇപ്പോഴും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. വഞ്ചി തിരുനക്കര തന്നെയോ? ജനസ്പന്ദനം തുടരും മറ്റൊരു വാർഡിൽ നിന്ന്. നന്ദി, നമസ്കാരം.